ഹായ് അമ്മ. ഹായ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും കേട്ടോ. ആർക്കും ആവശ്യമില്ല. പോടാ, നിന്നോടല്ല പറഞ്ഞു. അയ്യോ, വെല്ലുവിളിക്കാൻ വേണ്ടി മാത്രം ഒരു മകനും അത് സ്വീകരിക്കാൻ ഒരു അമ്മയും വയ്യ എനിക്ക്. നിന്നെ പിന്നെ വെറുതെ വിടാൻ പറ്റുമോ? എന്തെങ്കിലും ഒരു ചെറിയ ട്രബിൾ കണ്ടാൽ മതി, അപ്പോ അവരങ്ങനെ പിടിച്ച് ചൂടും. അപ്പതാ ഇന്ന് നമുക്ക് ഒരു തക്കാളി തോരൻ ഉണ്ടാക്കാം. ഇതാ 2 തക്കാളി അരിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതാ പച്ചമുളക്, കറിവേപ്പില, ഉലുവ, കടുക്, എണ്ണ പിന്നെ പറയണ്ടല്ലോ. ഇത് നാളികേരം, ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, ഉണക്കമുളക്, കുറച്ച് മല്ലി, ഇത്രയും കൂടിയിട്ട് ഒന്ന് ഒതുക്കിയതാണ്. ഒതുക്കേണ്ട ആവശ്യം ഒതുങ്ങില്ലേ? അത് എന്തൊക്കെ അറിയോ? നാളികേരം, മനസ്സിലായി, ചെറിയുള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ഇതൊക്കെ കൂടിയിട്ടൊന്ന്, പിന്നെ മുളകും മല്ലി അതും കൂടി ഒന്ന് ഒതുക്കിയതാണ് കേട്ടോ. ഒതുങ്ങില്ല. അപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു കറി ഉണ്ടെങ്കിൽ നമുക്ക് ഒന്ന് തൊട്ട് കൂട്ടാനൊരു, അപ്പൊ ഇതിന് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. തൊട്ട് കൂട്ടാനുള്ളതാണോ? അല്ലാണ്ട് പിന്നെ കറി ചാറ് കറി അല്ലല്ലോ. എന്താ ഉണ്ടാക്കണമെന്ന് എനിക്ക് മനസ്സിലായില്ല. അതാണ്. അപ്പൊ എന്തറിയോ, ഇതിന് നമ്മള് വെളിച്ചെണ്ണ ഒഴിച്ചു. ഓക്കെ, ഞാൻ ശുദ്ധമായതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. ഞാൻ ചോദിച്ചിട്ടില്ലല്ലോ. ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ പറയല് വിട്ടല്ലോ. അപ്പൊ എണ്ണ ചൂടാവട്ടെ. ആവശ്യമുള്ള ശുദ്ധമായതൊന്നും നാട്ടിൽ കിട്ടാനില്ല. പിന്നെ അമ്മയ്ക്ക് മാത്രമല്ല ശുദ്ധമായ വെളിച്ചെണ്ണ. ഈ നാട്ടിലൊന്നും ശുദ്ധമായ നാട്ടിൽ ഞാൻ മേടിച്ച വെളിച്ചെണ്ണ അല്ല, അതുകൊണ്ടാണ് ശുദ്ധമായെന്ന് ഞാൻ പറയും. എനിക്ക് ധൈര്യത്തോടെ പറയാം. അപ്പൊ കടുക് അമ്മയ്ക്ക് അമ്മയുടെ പെങ്ങലുള്ള കായൽ മാത്രമാണ് ശുദ്ധമായ എണ്ണ കിട്ടുള്ളൂ. അങ്ങനെ പറഞ്ഞില്ല. പിന്നെ കുറച്ച് ഉലുവ, കടുക്. ഓക്കെ, ഇനി നമുക്ക് ഈ ഇത് കൊടുക്കാം. എന്താണ് ഒരുക്കി വെച്ചതില്ലേ തക്കാളി. ഇതിൻ്റെ പച്ചമണക്കൊന്ന് പോകണം. അപ്പോഴാണ് നമുക്ക് പിന്നെ ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇതൊരു ഇങ്ങനെ നമ്മൾ സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. ഓക്കെ, അല്ല ഞാൻ ചോദിക്കുന്ന അടുത്ത് ചോദിച്ചോട്ടെ? ചോദിച്ചോ. നമ്മുടെ ഭാരത സംസ്കാരം നമ്മളെന്താണ് പഠിപ്പിച്ചെടുക്കുന്നത്? അതിഥി ദേവോ ഭവ. അതിന് ഏറ്റവും വലിയൊരു എക്സാമ്പിൾ നമ്മുടെ മുമ്പത്തുള്ളത് എന്താണെന്ന് പറഞ്ഞാൽ, കൃഷ്ണൻ കുചേലനെ സ്വീകരിച്ച രീതി. കുചേലൻ ആരായിരുന്നു? സുഹൃത്താണെങ്കിലും ദരിദ്രനായിരുന്നു. ദരിദ്രനായ കുചേലനെ പാദം കഴുകി സ്വീകരിച്ച് തൻ്റെ അന്തഃപുരത്തിലേക്ക് കൊണ്ടുപോയി അവിടെ ഇരുത്തിയ രീതി, തൻ്റെ ഭാര്യമാരെ കൊണ്ട് വിശേഷ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി ആൾക്ക് കൊടുത്ത ആ രീതിയൊക്കെ കാണുമ്പോൾ നമ്മുടെ ഭാരത സംസ്കാരത്തിൻ്റെ അതിഥി ദേവോഭവ എന്നുള്ള രീതി എന്താണെന്ന് മനസ്സിലാവും. അവിടെ വലിയവനില്ല, ചെറിയവനില്ല. ആരാണോ നമ്മുടെ വീട്ടിലേക്ക് അതിഥിയായിട്ട് വരുന്നത് അവർ ദൈവതുല്യരാണെന്നാണ് പണ്ടുള്ള കാരണന്മാർ പറയുക. അതുകൊണ്ട് ഈ അതിഥികൾ എന്ന് പറഞ്ഞ അന്നത്തെ കാലത്തൊക്കെ പോകാൻ പറ്റുന്ന വീടുകളിൽ മാത്രമേ പോവുള്ളൂ. അല്ലെങ്കിൽ എന്ത് പറയുകയോ, പുലർച്ചയ്ക്ക് നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് ഇറങ്ങുകയാണ്. ഉച്ചയ്ക്ക് മുമ്പ് മടങ്ങെന്ന് പറയും അല്ലേ? എങ്ങനെയാന്ന് അത് പറയാ? ഞങ്ങളുടെ കാലത്ത് വന്നിട്ട് പറയും ഞങ്ങളുടെ ഉച്ചയ്ക്ക് മുമ്പ് പോകുമെന്ന് പറയും. അതിൻ്റെ അർത്ഥം ഊണ് കഴിക്കാൻ നിൽക്കില്ല. അങ്ങനെ പല പല മര്യാദകളും കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. ഇന്ന് അതിഥികളെ സ്വീകരിക്കുന്ന രീതി എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ഉള്ളവനും ഇല്ലാത്തവനും വേറെ വേറെ തട്ടിലാണ് സ്വീകരണമുള്ളത്. മനസ്സിൻ്റെ തട്ടനെ നമ്മൾ മാറ്റി വെച്ചെടുക്കുക. മനസ്സിലായില്ലേ? അപ്പം എന്താന്ന് പറഞ്ഞാൽ, ഉള്ളവൻ വരിക എപ്പോഴെങ്കിലും വരുള്ളൂ, ഉള്ളവൻ വരാറില്ല എന്ന് പറയുക. അങ്ങനെയൊക്കെയാണ് രീതികൾ കേട്ടോ. അപ്പോൾ ഉള്ളവൻ വരിക എന്ന് പറയുമ്പോൾ ലോകത്തുള്ള മുഴുവൻ സാധനങ്ങളും അവന് വേണം ഉണ്ടാക്കി വെക്കും. എന്തൊക്കെയാണ് ഇഷ്ടം, എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ ആലോചിച്ച് വീട് വൃത്തിയുള്ള വീടിനെ ഒന്നും കൂടി വൃത്തിയാക്കും. അതുപോലെ തന്നെ കഴിക്കുന്നതും കഴിക്കാത്തതും ഒക്കെ ഉണ്ടാക്കി വെക്കും. പക്ഷെ ഇല്ലാത്തവൻ വരിക എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ചൊരു സംഭവങ്ങളൊന്നും ഇല്ല. ഇപ്പം എത്രയൊക്കെ നിങ്ങൾ അങ്ങനെയൊന്നും അല്ല, ജനങ്ങൾ അങ്ങനെയൊന്നും ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞാലും ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സത്യമാണത്. അല്ലാന്ന് പറയാൻ പറ്റുമോ? ഇല്ലാത്തവൻ വരിക എന്ന് പറഞ്ഞാൽ തന്നെ വലിയ ബഹുമാനമൊന്നും ഇല്ല. വിളിക്കൂല്ല, സംസാരിക്കില്ല, സ്വീകരിക്കില്ല. ശരിയാണോ? ഉള്ളവൻ്റെ ഒരു വിളി വരാൻ വേണ്ടി കാത്തിരിക്കും. പിന്നെ അഥവാ വിളിച്ചില്ലെങ്കിൽ നമ്മൾ അങ്ങനെ വിളിക്കും. ഒരു പച്ചമുളക്, പിന്നെതാ ഈ കറിവേപ്പില. ഓക്കെ, അപ്പോൾ ഉള്ളവൻ നമ്മളെ വിളിക്കാൻ മറന്നാലും നമുക്ക് അവനോട് പിണക്കില്ല.
നമ്മൾ എന്ത് ചെയ്യും? അങ്ങോട്ട് വിളിക്കും. നീ തിരക്കിലല്ലേ, നീ മറന്നതായിരിക്കും, കുഴപ്പമില്ല, എനിക്കത്ര വലിയ തിരക്കൊന്നുമില്ല, ഞാൻ വിളിക്കൂ പറഞ്ഞു. ഇല്ലാത്തവൻ വിളിക്കാനൊന്ന് മറന്നുപോയാലോ? നീ എന്നെ മറന്നില്ലേ? നിനക്ക് ഇത്ര സ്നേഹമുള്ളൂ, നീ ജന്മത്തിൽ നീ വരും വേണ്ട കയറും വേണ്ട പറയും. ഇത് മനുഷ്യൻ്റെ ഒരു സഹജമായ സ്വഭാവമാണ്. ഇതൊക്കെ തീരുമാനിക്കുന്നത് വിദ്യാഭ്യാസമല്ല, അവൻ്റെ പദവിയല്ല, അവൻ്റെ പെട്ടിയിലുള്ള ക്യാഷാണ്. മനസ്സിലായില്ലേ? അവൻ്റെ പെട്ടിയിലോ ബാങ്കിലോ ഒക്കെയുള്ള കാശാണ് ഒരു മനുഷ്യനെ നിർണ്ണയിക്കുന്നത്. ഇവൻ ശ്രേഷ്ഠപ്പെട്ട അതിഥിയാണോ? അങ്ങനെയാണ് ഇപ്പോൾ തീരുമാനങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ ഇത് ഉദ്ദേശമല്ല പണ്ടത്തെ കാലത്ത് ആൾക്കാർ പറഞ്ഞത് അതിഥി ദേവോ ഭവമാണ്. കാരണം നമ്മുടെ വീട്ടിൽ ഒരാൾ നമ്മളെ തേടി വരുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും എന്താ അത് പോകാം, തീർച്ചയായിട്ടും നമ്മളോടുള്ള സ്നേഹം കൊണ്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളോടുള്ള ഒരു സ്നേഹം കൊണ്ടാണ്. നമ്മളോട് സ്നേഹമില്ലാത്ത ഒരു ബന്ധുവും നമ്മുടെ വീട്ടിലേക്ക് തേടി വരില്ല, ഒരു സുഹൃത്തും നമ്മളെ അന്വേഷിച്ച് വരില്ല. വരുമോ? പിന്നെ ഒരുത്തന്നെ കഷ്ടകാലം ഇല്ലെങ്കിൽ ഒരിക്കലും ഒരാളോടും കടം ചോദിക്കാനും വരില്ല. ഇപ്പം അമ്മയ്ക്ക് എല്ലാം ഉണ്ടെങ്കിൽ അമ്മ, ഇപ്പം ഞാൻ ഒരു അന്യ വ്യക്തിയാണെന്ന് വിചാരിച്ചോളൂ, എന്നോട് ഒരു രൂപ പോലും അമ്മ ചോദിക്കില്ല. കാരണം ആത്മാഭിമാനം എന്ന് പറയുന്നത് എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ ബുദ്ധിമുട്ടുകളും ബുദ്ധിമുട്ടില്ലായ്മയാണ് മനുഷ്യനെ വേറെ വേറെയായിട്ട് തിരിച്ചറിയുന്നത്. അപ്പോൾ പൊതുവെ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് പറഞ്ഞാൽ, മനുഷ്യൻ ഡിഫറൻസസ് കാണുന്നത്, വ്യത്യസ്തമായി കാണുന്നത് ഉള്ളവൻ ഇല്ലാത്തവൻ. അമ്മയുടെ അനുഭവത്തിലാവട്ടെ, എൻ്റെ അനുഭവത്തിലാവട്ടെ, ഇനി വരാൻ പോണ തലമുറയുടെ അനുഭവങ്ങളിലായിക്കോട്ടെ, ഇതിലൊരു വ്യത്യാസം ഒരു കാലത്തും വരാൻ പോണില്ല. ഉള്ളവൻ അതിഥി ദേവോ ഭവ, ഇല്ലാത്തവൻ അതിഥി പ്രേതോ ഭവ. ഇത്ര തന്നെ, അത്ര തന്നെയാണ് തത്വം. മനസ്സിലായില്ലേ? അപ്പോൾ ഇതിനെ ആസ്പദമാക്കി ഒരു കഥ പറയുമോ? പറയാലോ. അപ്പോൾ ഇതൊന്ന് അടച്ചു വയ്ക്കാം ഒന്നുകൂടി. അപ്പോൾ ഒന്നുകൂടി ഒരു 2-3 മിനിറ്റായ ഈ പണി. അപ്പോൾ നമുക്കിതിങ്ങനെ അടച്ചു. അപ്പോൾ ഭാരതത്തിൻ്റെ പഴയ സംസ്കാരം, അതിഥി ദേവോഭവ എന്നുള്ള അത്രയും പരിശുദ്ധമായ സംസ്കാരത്തെ തിന്ന് വെള്ളം കുടിച്ച ഇന്നത്തെ കുറെ ആക്രാന്തികൾക്ക് വേണ്ടിയിട്ട് ഒരു കഥ. ഇരിക്കാൻ നമ്മൾ അനുവദിക്കാറില്ല, സാരില്ല, മരുന്ന്. അപ്പോൾ എന്താന്ന് പറഞ്ഞാൽ, നമ്മുടെയൊക്കെ സംസ്കാരത്തിൻ്റെ ഏറ്റവും വലിയൊരു ഭാഗമാണല്ലോ അതിഥി ദേവോഭവ എന്ന് പറയുന്നത്. ഭാരത സംസ്കാരത്തെ തിരിച്ചറിഞ്ഞാൽ ഇതൊറ്റ വാക്കുകൊണ്ടാണ്. മനസ്സിലായില്ലേ? അപ്പൊ അതൊക്കെ അല്ല, എനിക്ക് ചുമ വന്നിട്ട് ചുമച്ചാണ്. ഇപ്പോൾ ഒരു കാര്യം എനിക്ക് ഓർമ്മ വന്നു. അമ്മ ഇന്ന് രാവിലെ പൂരി മസാല ഉണ്ടാക്കി. അപ്പം ഞാൻ അമ്മേനോട് പറഞ്ഞു, അമ്മ എനിക്കിന്ന് ബിസി ബേളെ ബാത്ത്, അത് അവർക്ക് പറഞ്ഞാൽ അറിയുമോന്ന് അറിയില്ല. അമ്മക്കറിയാം, അവർക്കറിയുമെന്ന് അറിയില്ല. എനിക്കത് മതി, ഈ ഒന്നരാടെ പൂരി മസാല വേണ്ട എന്ന് പറഞ്ഞു. അപ്പം അമ്മ എടുത്ത വാക്കിന് എന്താ പറഞ്ഞു? അമ്മ എന്നെ പറയും, എടാ ഹനുമാൻ എന്തിനാ ജനിച്ചതെന്ന് അറിയാം. അപ്പം ഞാൻ പറഞ്ഞു, ശ്രീരാമ സേവയ്ക്ക് വേണ്ടിയിട്ടാണ് ജനിച്ചത് പറഞ്ഞു. അപ്പം നീ എടാ കുരങ്ങ, നീ എന്തിനാ ജനിച്ചതെന്ന് അറിയുമെന്ന്? അമ്മയ്ക്ക് സേവ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലാണ്ട് അമ്മേനെ സേവിക്കാൻ വേണ്ടിയിട്ടല്ല. ഇപ്പം ഞാൻ എന്തുണ്ടാക്കി വെച്ചിട്ട് അത് കഴിച്ചിട്ട് മുണ്ടാണ്ട് പൊക്കോ നല്ലമ്മ. ഇങ്ങനെയാണ് ഒരു നല്ല അമ്മ പറയാ, ഇങ്ങനെയാണ് ഒരു നല്ല അമ്മ. അപ്പം അമ്മ അത് ഹനുമാന്, ഞാൻ കുരങ്ങൻ. അത് ശ്രീരാമനെ സേവിക്കാൻ വേണ്ടിയിട്ട്, ഞാൻ അമ്മയുടെ സേവ ചെയ്യാൻ വേണ്ടിയിട്ട്. രണ്ടിനും വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ഉണ്ടാക്കി തന്ന് തിന്നോളണം അല്ലമ്മ. പിന്നെ അത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നീ ഇപ്പം അതമ്മ എളുപ്പത്തിൽ ഉണ്ടാക്കണം. അത് എളുപ്പത്തിലൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. പച്ചക്കറികളൊക്കെ അരിഞ്ഞ് പരിപ്പ് എല്ലാം റെഡിയാക്കിയിട്ട് അതിന് ഒരുപാട് പണിയുണ്ട്. പൂരി മസാല ഉണ്ടാക്കണ അത്ര എളുപ്പമൊന്നല്ല കേട്ടോ. അതുകൊണ്ട് അത് വേറെ ദിവസം ഉണ്ടാക്കി തരാമെന്ന് വിചാരിച്ചു. എന്തായാലും അമ്മ എന്നെ കൊണ്ട് ചുമപ്പിക്കുന്ന അപ്പുറത്തെ വീട്ടിലെ പട്ടിയടക്കം ഓടി. അപ്പോൾ ഒരു കഥ പറയാം. ഒരു നാട്, ഇപ്പൊ ഒരു 4-5 ഗ്രാമത്തിൽ, അന്ന് രാജാക്കന്മാരുടെ കാലല്ലേ, അപ്പൊ ഈ 3-4 ഗ്രാമത്തിലേക്ക് ഒരു മുഖ്യസ്ഥൻ ഉണ്ടാവും. മുഖ്യൻ എന്നാ പറയുന്നത്, മനസ്സിലായോ? അപ്പോ ആ മുഖ്യൻ എൻ്റെ വീട്ടിലാണ്. ആര് വന്നാലും, ആ നാട്ടിൽ ആരെങ്കിലും രാത്രി തങ്ങുകയാണെങ്കിൽ, എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വന്ന്, എല്ലാവരും അല്ല, അവരുടെ വീട്ടിൽ ബന്ധുക്കളൊക്കെ ഉള്ളവർ വന്ന് തങ്ങുകയാണെങ്കിൽ അവരവരുടെ വീട്ടില്. എന്താ ഇയാളിനെന്തിനാ ഈ മുഖ്യൻ എന്ന് വിളിക്കണത്? അതങ്ങനെ ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് പറയില്ലേ വാർഡ് മെമ്പറെന്നോ എന്തെങ്കിലും പറയുമ്പോ ഇങ്ങനെ മുക്കി സംസാരിക്കില്ലേ? അതോ നീ ആവശ്യമില്ല കാര്യം എന്താണ് ഈ മുഖ്യൻ? ഞാൻ എന്തായാലും പറയുമ്പോ നീ ഇങ്ങനെയൊക്കെ ഓ, മുഖ്യമായ വ്യക്തി. അതാണ് വാർഡ് മെമ്പറോ എന്തൊക്കെ പറയില്ലേ നമ്മള്. അയാൾക്കൊന്നും ഒരു വിലയില്ല, ഇലക്ഷൻ സമയത്ത് മാത്രം നമ്മൾ കാണാറുള്ളൂ. അപ്പോ ഈ ബന്ധുക്കളുടെ വീട്ടിൽ വരുന്നവരും അവരവരുടെ വീട്ടിൽ തങ്ങിക്കോളൂ. പക്ഷെ അല്ലാതെ വരില്ലേ ആ നാട്ടിലേക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾക്കായി, അവിടെ അവർക്ക്
ബന്ധുക്കളിയുടെ വീട്ടിലേക്ക് വരുന്നവരോ? അല്ല, ബന്ധുക്കളൊക്കെ ഉള്ളവർ വരില്ലേ? ബന്ധുക്കൾ എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. ഇന്ന് ചുമച്ചൊരു പരുവാവും. അതല്ലാതെ ചിലവർ വരില്ലേ ചില വീടുകളിൽ? അങ്ങനെ വരുന്നവര് അവിടെ സ്ഥലമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഈ മുഖ്യന്റെ വീട്ടിലാണ് തങ്ങുക. മുഖ്യന് വലിയ വീടും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. മൂപ്പര് എന്തിന്റെ മുഖ്യനാണ്? ഒരു 3-4 ഗ്രാമങ്ങൾ ഉണ്ടാവും പണ്ടുകാലത്ത്. ആ ഗ്രാമത്തിൽ ഒരു മുഖ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. മനസ്സിലാവും. ചില സ്ഥലത്ത് ഓരോരോ ഗ്രാമത്തിൽ ഓരോരോ മുഖ്യൻ. ഇത് 3-4 ഗ്രാമത്തിലുള്ള ഒരു മുഖ്യൻ. അപ്പൊ അങ്ങനെ വരുമ്പോ ഈ മുഖ്യന്റെ വീട്ടിലാണ് തങ്ങുക. മുഴുവൻ ചൊക്കേണ്ടി വരും തോന്നുന്നു. കാര്യം അവിടെ നിൽക്കട്ടെ. ചുമച്ചൊരു തൊണ്ടയൊക്കെ വേനിച്ചു. നമ്മുടെ സംഭവം ആയോ? ഇത്രയേ ഉള്ളൂ. കണ്ടോ, ഇതൊരു സൈഡ് ഡിഷ്. ഇത് വേഗമാവും. ഒരു 5-8 മിനിറ്റിൽ ഇതാവും. നല്ല ടേസ്റ്റും ആണ് കഴിക്കാൻ. സൈഡായിട്ട് കഴിച്ചു നോക്കിയിട്ട് പറയാം കേട്ടോ. എന്നിട്ട് അപ്പൊ മുഖ്യന്റെ വീട്ടിലാണ് തങ്ങുക. അങ്ങനെ ഒരു ദിവസം ഒരു സന്യാസി എന്തൊക്കെയോ പ്രഭാഷണങ്ങളൊക്കെ നടത്തി. സന്യാസി എന്ത് ചെയ്തു, വൈകുന്നേരമായപ്പോൾ രാത്രിയായപ്പോൾ ഞാൻ അവിടെ തങ്ങണം. അപ്പം മുഖ്യൻ്റെ വീട്ടിലാണ് വന്നത്. അപ്പോൾ മുഖ്യൻ സന്യാസി വീട്ടിൽ കൊണ്ടുവന്ന് ഭോജനമൊക്കെ ഒരുക്കി. അപ്പോൾ ഈ മുഖ്യൻ്റെ വീട്ടിലൊരു സ്വർണ്ണത്തളികയുണ്ട്. മുഖ്യന് പാരമ്പര്യമായിട്ട് കിട്ടിയിട്ടുള്ളതാണ്. ആ സ്വർണ്ണത്തളികയിൽ മുഖ്യൻ്റെ കയ്യിൽ കിട്ടിയ ശേഷം മുഖ്യൻ അത് ഉപയോഗിച്ചിട്ടേ ഇല്ല. എന്താ പറഞ്ഞാൽ അതിനർഹതപ്പെട്ട ഒരു അതിഥി എൻ്റെ വീട്ടിൽ വരുമ്പോൾ ഞാൻ ഈ സ്വർണ്ണത്തളികയിൽ, സ്വർണ്ണത്തിൻ്റെ പ്ലേറ്റ് തളിക എന്ന് പറഞ്ഞാൽ അറിയില്ലേ, അതിൽ ഞാൻ ഭക്ഷണം കൊടുക്കുന്നു തീരുമാനിച്ചു. അപ്പോൾ ഈ സന്യാസി വന്നപ്പോൾ മുഖ്യന് തോന്നി, ഇയാളൊരു സന്യാസി അല്ലേ, എല്ലാം അറിയണ ഒരു എന്താ പറയുക, ദൈവത്തോടടുത്ത് ഇരിക്കുന്ന ഒരാളല്ലേ. അപ്പം എനിക്ക് ഈ സന്യാസിക്ക് എൻ്റെ സ്വർണ്ണത്തളികയിൽ നിന്ന് ഞാൻ ഭക്ഷണം കൊടുക്കുന്നു പറഞ്ഞ് ഭക്ഷണമൊക്കെ ഒരുങ്ങി ആഹാരം വിളമ്പണ സമയത്ത് പോയിട്ട് ആ പെട്ടി തുറന്നിട്ട് സ്വർണ്ണത്തളിക എടുക്കും. എടുത്തിട്ട് കൈ പിടിച്ചിട്ട് അയാൾക്ക് തോന്നും, അയ്യേ സന്യാസി എന്ന് പറഞ്ഞാൽ എന്താ. ഇങ്ങനെ പോയി നാട് നാടാന്തരം ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് ഓരോരോ വീട്ടിൽ ഭിക്ഷാടനം നടത്തി ജീവിക്കുന്നത്. അതിന് ഈ സ്വർണ്ണത്തളികയിൽ കഴിക്കാൻ മാത്രമുള്ള യോഗ്യത ഈ സന്യാസിക്ക് കിട്ടിയാന്നാണ് എനിക്ക് തോന്നുന്നതെന്ന് വിചാരിച്ച് ആ സ്വർണ്ണത്തളിക വീണ്ടും ആ പെട്ടിയിൽ വെച്ചിട്ട് അടച്ചു. എന്നിട്ട് വേറെ പ്ലേറ്റിൽ ഭക്ഷണം കൊടുത്തു. അങ്ങനെ പിന്നെ കുറച്ച് ഒരു 2-3 മാസം കഴിഞ്ഞപ്പോൾ ആ നാട്ടിലെ മന്ത്രി, ആ രാജ്യം ഭരിക്കുന്ന ആ നാട്ടിലെ മന്ത്രി വരും. എന്തോ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് മന്ത്രി അവിടെ വന്ന് കുറച്ച് ഇരുട്ടായപ്പോൾ പിന്നെ ഇനിയിപ്പോൾ രാജ്യത്തേക്ക് തിരിച്ചു പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അവിടെ തങ്ങിയപ്പോൾ അന്നും ഈ മുഖ്യൻ്റെ വീട്ടിലാണല്ലോ ആരും തങ്ങുക. അപ്പോൾ മുഖ്യൻ്റെ അവിടെ തങ്ങിയപ്പോൾ ഈ മന്ത്രി വന്നല്ലോ, മന്ത്രി ശ്രേഷ്ഠനാണല്ലോ എന്ന് പറഞ്ഞ് മന്ത്രിക്ക് ഇന്ന് ഞാൻ സ്വർണ്ണത്തളികയിൽ ഭക്ഷണം കൊടുക്കുന്നു പറഞ്ഞ് ഭക്ഷണമൊക്കെ ഒരുക്കി കൊടുക്കാൻ നേരത്ത് തളിക എടുത്തിട്ട് അയാളോട് ചോദിക്കും, മന്ത്രിക്ക് എന്തിനാണ് കൊടുക്കണത്, ചിലപ്പോൾ ഇതേപോലെ രാജാവ് വന്നാലോ, അപ്പോൾ രാജാവിന് കൊടുക്കാം, രാജാവ്, അപ്പോൾ രാജാവിന് കൊടുക്കാമെന്ന് പറഞ്ഞ് ആ പടി അടച്ചു വെച്ചു. അതിലെടുത്തില്ല. മന്ത്രിക്ക് വേറെ ഇതിലൊക്കെ ഭക്ഷണം കൊടുത്ത് വിട്ടു. അങ്ങനെ കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ആ നാട്ടിലെ രാജാവ് യുദ്ധത്തിൽ തോറ്റിരിക്കുകയാണ് ആ സമയത്ത്. അപ്പോൾ ഈ ആൾക്കാരൊക്കെ ഒത്ത് കൂടിയിട്ട് ആള് പറഞ്ഞ് മനസ്സിലാക്കിയപ്പോൾ ഇലക്ഷൻ്റെ ഒക്കെ ആൾക്കാർ വന്ന് സൈനികരെ ഉണ്ടാക്കാൻ വേണ്ടി നാട്ടിലേക്ക് വന്നിട്ട് നമ്മുടെ എങ്ങനെയെങ്കിലും വീണ്ടും പൊരുതി ജയിക്കണം, അതുകൊണ്ട് നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ നിൽക്കണം അങ്ങനെയൊക്കെ പറയാൻ വേണ്ടി. ഇപ്പോൾ ഇലക്ഷന് ചിലപ്പോൾ എല്ലാവരും കൂടി വന്നിട്ട് ഇങ്ങനെ ഓരോരോ സ്ഥലത്ത് വന്നിട്ട് പറയില്ലേ, അതുപോലൊക്കെ പറഞ്ഞ് അങ്ങനെ രാത്രിയായപ്പോൾ ഇനിയിപ്പോൾ രാജ്യത്തേക്ക് തിരിച്ചു കൊണ്ടാന്ന് പറഞ്ഞ് ആ മുഖ്യൻ്റെ വീട്ടിൽ തങ്ങാനായി. എല്ലാവരും പോയിട്ട് തങ്ങാനൊരു അതങ്ങനെയാണ് ആ നാട്ടിൽ അങ്ങനെ പാടുള്ളൂ. ആ മുഖ്യൻ്റെ വീട്ടിലെ തങ്ങാൻ പാടുള്ളൂ. അപ്പോൾ വെറുതെ അല്ല മനുഷ്യന്റെ വീട്ടിൽ ഒരേ ഒരു സ്വർണ്ണപാത്രം ഉള്ളത്, ബാക്കിയൊക്കെ ഇങ്ങനെ വന്ന് തങ്ങി എല്ലാം പോയിണ്ടാവും. അതല്ല, അതിന്റെ പാരമ്പര്യമായിട്ടാണ്. അന്ന് എന്തായാലും രാജാവല്ലേ, ഇന്ന് എൻ്റെ സ്വർണ്ണത്തളികയിൽ ഞാൻ രാജാവിന് ഭക്ഷണം കൊടുക്കും എന്നുള്ള ഒരൊറ്റ തീരുമാനം. അവസാനം അറിയാതെപ്പെട്ട ആള് കിട്ടി എന്ന് പറഞ്ഞ് എല്ലാ ഭക്ഷണമൊക്കെ തയ്യാറാക്കി സ്വർണ്ണത്തളികയെ കൊണ്ടെടുത്ത് മിനുക്കണം. ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഇതുണ്ടാവില്ലല്ലോ. അതിനുവേണ്ടി എടുക്കുന്ന സമയത്ത് ഇയാളുടെ മനസ്സിൽ പെട്ടെന്ന് തോന്നുകയാണ്, ചഞ്ചലമായ മനസ്സ് പെട്ടെന്ന് തോന്നുകയാണ്, ഇയാൾ തോറ്റിട്ടല്ലേ ഇരിക്കുന്നത്. ഇനിയിപ്പോൾ യുദ്ധം സംഘടിതമായിട്ട് ഇയാൾ ജയിക്കുന്നപ്പോൾ എന്താണ് ഉറപ്പ്? അയാൾക്ക് തന്നെ ഉറപ്പില്ല. അപ്പം ഇനി വേറെ ഏതെങ്കിലും ഒരു രാജാവ് വരും രാജ്യം ഭരിക്കാൻ. അപ്പം ഈ തോറ്റ രാജാവിന് കൊടുക്കണ്ട, ഈ രാജ്യം ഭരിക്കാൻ വേറൊരു രാജാവ് വരണമെങ്കിൽ അങ്ങോട്ട് കൊടുക്കല്ലേ നല്ലത് എന്നുള്ള തോന്നലൊന്ന് അപ്പ പെട്ടി വീണ്ടും പെട്ടിയിൽ വെച്ചു. അതൊക്കെ കഴിഞ്ഞു.
കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞു ആരും വന്നതുമില്ല. ഇയാൾക്ക് അർഹതപ്പെട്ട ആളെ കിട്ടിയതേ ഇല്ല. ഇയാൾ അതിൻ്റെ തന്നെ ജീവിതം അർഹതപ്പെട്ടവർക്ക് കൊടുക്കാമെന്ന് വിചാരിച്ച് അയാൾ തന്നെ ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. സമയമായി യാത്രയായി പോയി. അയാൾക്ക് അർഹതപ്പെട്ട ആളെ സ്വർണ്ണത്തളികയിൽ ഭക്ഷണം മരിക്കുന്നവരെയും കണ്ടെത്താൻ പറ്റിയില്ല. അങ്ങനെ പോയി. അപ്പോൾ പിന്നെ മകൻ്റെ കാലമൊക്കെ അല്ലേ, മകൻ്റെ കാലത്ത് മകൻ ഈ പെട്ടിയൊന്നും തുറന്നു നോക്കാനൊന്നും പോയിട്ടില്ല എന്ന് തോന്നുന്നു. അപ്പോൾ ഇയാൾ ഈ പേരക്കുട്ടിയുടെ സമയമായ പേരക്കുട്ടിയൊക്കെ വലുതായപ്പോൾ പേരക്കുട്ടിയൊക്കെ ഇങ്ങനെ നമ്മൾ വീടൊക്കെ ഒന്ന് ഒതുക്കി വെക്കുകയൊക്കെ ചെയ്യില്ലേ, അതുപോലെ എന്തോ ചെയ്തപ്പോൾ ഈ പെട്ടി കണ്ണിന് പെടും. അപ്പോൾ ഇതെന്താ അവിടെ ഒരു പെട്ടി ഇരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അത് നിൻ്റെ മുത്തശ്ശൻ ഉപയോഗിച്ച പെട്ടിയാണ് മോനെ, അത് താഴെ ഇരിക്കുകയായിരുന്നു മുത്തശ്ശൻ ഉപയോഗിച്ച്, ഞാൻ അതിനകത്ത് മുകളിൽ കെട്ടി വെച്ചു. എന്താണോ അതിൻ്റെ ഉള്ളിൽ, എന്തുണ്ടാവാനാ, കുറച്ച് തുണിയായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഈ പേരക്കുട്ടിക്കൊരു എന്താ പറയുക, ഒരു എന്തായിരിക്കും മുത്തശ്ശൻ ഉപയോഗിച്ച പെട്ടിയല്ലേ, നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നോക്കിയപ്പോൾ ആ സ്വർണ്ണത്തളിക കാണും. പക്ഷെ അത് സ്വർണ്ണത്തളിക പോലെ അല്ല ഉള്ളത്. കാരണം വർഷങ്ങളായിട്ട് ഇങ്ങനെ വെച്ച് ഏത് സ്വർണ്ണമാണെങ്കിലും തിളക്കം കുറഞ്ഞ് അതിൻ്റെ നിറമൊക്കെ പോയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അത് സ്വർണ്ണത്തളികയെന്നൊന്നും മനസ്സിലാവില്ല. നമ്മൾ സ്വർണ്ണമാണെങ്കിലും കുറേ വർഷങ്ങൾ നമ്മൾ ഉപയോഗശൂന്യമായിട്ടൊക്കെ വെക്കുമ്പോൾ അതിൻ്റെ തിളക്കം കുറയും. അപ്പം അങ്ങനെ ആയപ്പോൾ ഇത് സ്വർണ്ണമാണെന്ന് മനസ്സിലാവാണ്ട് ഈ പേരക്കുട്ടി, എൻ്റെ ദൈവമേ, ഈ മുത്തശ്ശൻ എന്തിൻ്റെ അത്രയും വലിയൊരു പ്ലേറ്റ് അതിനെ കൊണ്ടുവന്നിട്ട് ഈ പെട്ടിയിനുള്ളിൽ വെച്ചിരിക്കണം. അന്ന് തന്നെ ആരെങ്കിലും ഉപയോഗിക്കാൻ കൊടുത്തതാണെങ്കിൽ അത് നന്നായിരുന്നേനെ. ഇനിയിപ്പോൾ ഈ കറുത്തതായിരിക്കില്ല ഈ പെട്ടി, ഈ പിന്നെ എന്തിനും ഉപയോഗിക്കാൻ പറ്റുമെന്ന് പറയുമ്പോൾ ആ പേരക്കുട്ടിയുടെ ഭാര്യ പറയും, എന്താ അങ്ങനെ പറയുന്നത്, അതെ നമ്മുടെ നായില്ലേ നമ്മൾ അതിന് ചോറ് കൊടുക്കാന്നേ ഇതെന്ന് പറയും. അപ്പോൾ അത് ശരിയാണല്ലോ അല്ലേ, അത് നല്ല ബലത്തിൽ അവിടെ ഇരുന്നോളും കുറേ കാലം. നായിക്ക് ചോറ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് നായിക്കയിൽ ചോറ് കൊടുക്കും. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്ക്, എത്രയോ ആൾക്കാർ വന്നിട്ട് അവർക്കൊന്നും കൊടുക്കാതെ അർഹത എന്ന് പറഞ്ഞിട്ട് അവസാനം അത് തിന്നാൻ അർഹത ഇതിണ്ടാകുന്ന ആർക്കാണ്, ഒരു നായിക്ക്. അവസാനം ഒരു നായക്കുള്ള പാത്രമായി മാറി. സത്യമായിട്ട് ഇതെന്താണ് സൂചന തരുന്നതെന്ന് പറഞ്ഞാൽ, മനുഷ്യൻ ജീവിച്ചിരിക്കുന്ന കാരണം എല്ലാത്തിനും പോരായ്മ. ഏതൊരു വ്യക്തിയെ കണ്ടാലും പൂർണ്ണമായിട്ട് വിശ്വസിക്കില്ല. മനസ്സിലൊരു ചഞ്ചലാഭാവം. എന്താന്ന് പറഞ്ഞാൽ ഈ വ്യക്തി പോരാ, അവനിൽ എന്തോ ഒരു കുറവുണ്ട്, ഇവൻ എനിക്ക് പറ്റിയ ആളല്ല, എൻ്റെ ഒപ്പത്തിനൊപ്പം പറ്റിയ ഒരു വ്യക്തി അല്ല അത്, ഇതിനെക്കാട്ടിലും വലിയൊരു വ്യക്തിയാണ് എനിക്ക് പറ്റിയത്. അങ്ങനെ വലിയൊരു വ്യക്തിനെ കണ്ടുമുട്ടുമ്പോൾ അവിടെ തോന്നും ഇവനും അത്ര പോരാ, ഇതിനെക്കാട്ടിലും മികച്ചൊരു വ്യക്തിയോടാണ് ഞാൻ കൂട്ടുകൂടുന്നത്. അങ്ങനെ പറഞ്ഞ് നമ്മൾ ഈ വ്യക്തിത്വമുള്ള വ്യക്തികൾ വന്ന് തിരഞ്ഞുകൊണ്ട് നടക്കും. നമ്മുടെ അടുത്ത് വന്ന് ചേരുന്ന എത്രയോ നല്ല വ്യക്തികളുണ്ടാവും, മനുഷ്യരുണ്ടാവും. ഇതൊക്കെ മനസ്സിലാക്കി നമ്മൾ തിരഞ്ഞ് നല്ല വ്യക്തികളെ തിരഞ്ഞു വരുമ്പോൾ ആയുസ് കഴിഞ്ഞ് പോയി നമ്മുടെ വണ്ടി വന്നിട്ടുണ്ടാവും നമ്മളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ മനുഷ്യൻ എന്നും ഇപ്പോൾ അതിഥി ദേവോഭവ എന്ന് പറയും പോലെ ഏത് അതിഥിയാണോ വീട്ടിലേക്ക് വന്നത്, ഉള്ളവനും ഇല്ലാത്തവനും ഒരുപോലെ നോക്കാനുള്ളൊരു സന്മനസ്സുള്ളവൻ്റെ വീട്ടിലേക്ക് മാത്രമേ അതിഥികൾ പോകാൻ പാടുള്ളൂ. അങ്ങനെയുള്ളവർ മാത്രം അതിഥികളെ സ്വീകരിക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ പുറത്തൊരു ബോർഡ് എഴുതി വെക്കണം, അതിഥികളെ ഇവിടെ സ്വീകാര്യമല്ല എന്നൊരു ബോർഡ് എഴുതി വെക്കണം. കാരണം എന്താ പറഞ്ഞാൽ, ഈ ലോകത്ത് നമ്മുടെ വീട്ടിലേക്ക് ഒരാൾ തേടി വരുന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്നേഹമുള്ളത് കൊണ്ടാണ്. സ്നേഹമില്ലാണ്ട് ആരെയും തേടി വരില്ല. അപ്പോൾ സ്നേഹമുള്ള ഏതൊരു വ്യക്തിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം നോക്കാണ്ട് എല്ലാവരും ഒരുപോലെ കാണാനുള്ളൊരു മനസ്സുണ്ടാവണം. ഇപ്പോൾ ആ സ്വർണ്ണ പ്ലേറ്റും വെച്ചുകൊണ്ട് ആ ഒരു വയസ്സായൊരു വ്യക്തി മരണം വരെ കാത്തിരുന്നു, മക്കൾക്ക് കൈമാറിയില്ല, പേരക്കുട്ടികളെടുത്ത് നായിക്ക് കൊടുത്തു പറയും പോലെ നമ്മുടെ ഹൃദയത്തിൽ പ്രകടിപ്പിക്കാനുള്ള സ്നേഹം അവിടെ തന്നെ ഒളിച്ചു വെച്ച് എനിക്ക് യോഗ്യനായ ഒരു വ്യക്തി വരും, അന്ന് ഞാൻ കൊടുക്കാമെന്ന് പറയുമ്പോൾ നമ്മുടെ ആയുസ് അങ്ങോട്ട് കഴിഞ്ഞു പോയിട്ടുണ്ടാവും. തലമുറ കഴിഞ്ഞപ്പോൾ നമ്മുടെയൊക്കെ ജീവിതം നായ നക്കിയിട്ടുണ്ടാവും. അതാണ് സത്യം. നായ നക്കിയ പാത്രം പോലെയാവും ജീവിതം. ഉള്ളപ്പോൾ പങ്കിടുക, സ്നേഹിക്കുക, ജീവിക്കുക. അത്രേ ഉള്ളൂ. പിന്നെ നമ്മുടെ വീട്ടിൽ വരുന്നവർ അത് ചെറുപ്പം വലുപ്പം നോക്കാണ്ട് നമ്മുടെ വീട്ടിൽ അന്ന് എന്തോ ഉള്ളത് അത് കൊടുക്കുമ്പോൾ അത് സന്തോഷത്തോടെ, യഥാർത്ഥത്തിൽ വലിയ ആൾക്കാരും ചെറിയ ആൾക്കാരാണെങ്കിലും നമ്മൾ കൊടുക്കുന്ന രീതി, വിഭവങ്ങളുടെ അല്ല ഞാൻ പറയുന്നത്, വിഭവങ്ങൾ കൂടുതലോ കുറവോ എന്തോ ആയിക്കോട്ടെ, പക്ഷെ ആ കൊടുക്കുന്ന രീതിയിലുള്ള സന്തോഷമൊക്കെ ഉണ്ടല്ലോ അത് ഒരേപോലെ. നമ്മളൊരു വീട്ടിലെ ആൾക്കാർ വന്നു പറഞ്ഞാൽ ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള വിഭവങ്ങളായിരിക്കും നമ്മൾ ഉണ്ടാക്കുക, അതിന് നമുക്കൊന്നും പറയാനില്ല. പക്ഷെ ആ കൊടുക്കുന്ന രീതി, ആ സന്തോഷം, ആ റെസ്പെക്ട്, പെരുമാറ്റത്തിന്റെ ഭാവ വ്യത്യാസങ്ങളില്ലാത്ത പെരുമാറ്റം ഒരിക്കലും കുറയരുത്. വിഭവങ്ങളുടെ എണ്ണം കുറഞ്ഞാലും കുഴപ്പമില്ല, അല്ല വിഭവങ്ങൾ ഇന്നതാണ്, അവർക്ക് ഇഷ്ടമുള്ളത് ഇവർക്ക് ഇഷ്ടമുള്ളത് ഇവർക്ക്, അങ്ങനെയാണ്. പക്ഷെ എന്നാലും അതിൽ കുറച്ച് കുറവുണ്ടെങ്കിലും കുഴപ്പമില്ല. പക്ഷെ നമ്മുടെ പെരുമാറ്റം, നമ്മുടെ രീതികൾ അതൊരിക്കലും രണ്ടാവരുത്. ഈ കഥയിൽ വലിയൊരു സൂചന എന്താ പറഞ്ഞാൽ, നമ്മുടെയൊക്കെ ഹൃദയം ഒരു സ്വർണ്ണ തളിക പോലെ ആവണമെങ്കിൽ മനുഷ്യരെ അംഗീകരിക്കാൻ പഠിക്കണം. അല്ലെങ്കിൽ അത് കുറേ കാലം കഴിയുമ്പോൾ നമ്മളൊക്കെ ഓർക്കുമ്പോൾ
ഏതോ നായനൊക്കെ ഒരു പ്ലേറ്റില്ല, നായ്ക്ക് കൊടുത്തില്ലേ, അതെ. അത്ര വിലയെ മനുഷ്യനുണ്ടാവുള്ളൂ. അതെന്നും മനസ്സിലാക്കണം. മനുഷ്യൻ വില വെക്കേണ്ടതും ബഹുമാനിക്കേണ്ടതും മറ്റൊരു മനുഷ്യനെയാണ്. അപ്പോൾ സ്നേഹം അളന്നു നോക്കേണ്ടത് കാശും കൊണ്ടല്ല, പദവിയും കൊണ്ടല്ല, നമ്മുടെ ഹൃദയത്തിൻ്റെ സ്നേഹം കൊണ്ടാണ്. സ്നേഹം കൊടുക്കുക, സ്നേഹം മേടിക്കുക, അല്ലേ? അപ്പോൾ എന്നും അർഹത ഇല്ല, എല്ലാവർക്കും അവൻ്റെ അർഹതകളുണ്ട്. നമ്മുടെ മനസ്സിൻ്റെ ചിന്തയാണ് അർഹത കുറവെന്നുള്ളൊരു തോന്നൽ തന്നെ. നമുക്ക് അർഹത ഉണ്ട് എന്ന് മറ്റൊരാൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ആ ചിന്തിക്കുന്ന വ്യക്തിയാണ് നമുക്ക് അർഹത ഉണ്ടാക്കി തരുന്നത്, അല്ലേ? ആ വ്യക്തിക്ക് നമ്മളെക്കാട്ടിലും കൂടുതൽ അർഹതയുണ്ട്. അപ്പോൾ ആരെയും വില കുറിച്ച് കാണരുത്. എന്നും നമ്മുടെ ജീവിതം ഒരു സ്വർണ്ണ തെളിക പോലെ ആവട്ടെ. അല്ലാതിരുന്നാൽ സത്യമായിട്ടും കുറേ കാലങ്ങൾ കഴിയുമ്പോൾ ഇങ്ങനെ ഒരു മൂദേവി, ഇങ്ങനെ ഒന്നിനും കൊള്ളാത്തൊരു മരമണ്ടം ജീവിച്ചിരുന്നു എന്ന് പറഞ്ഞ് നായ നക്കിയ പാത്രം പോലെയാവും നമ്മുടെ ജീവിതവും ചരിത്രവും, അല്ലേ? അപ്പോൾ ഒരു ഇടിച്ചക്ക സാമ്പാറുണ്ട്. അത് ഞാൻ കുറേ പ്രാവശ്യം കാണിച്ചത് കാരണമാണ് നിങ്ങൾക്ക് കാണിക്കാണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് ഈ സൈഡ് ഡിഷ് കൂട്ടാം. എന്നിട്ട് ഇവർക്ക് ഓരോരോ ഓംലെറ്റ് ഉണ്ടാക്കി കൊടുത്താൽ ഇത് നല്ല ടേസ്റ്റാണ്. നിങ്ങൾ കൂട്ടി നോക്കൂ. ഈ മീൻ പീരയൊക്കെ വെറ്റിക്കില്ലേ നമ്മൾ, ഈ ചെറിയ മീനൊക്കെ കിട്ടുമ്പോൾ ഒരു മീൻ പീര വറ്റിക്കുമ്പോൾ ഉണ്ടാവുന്ന അതേ ടേസ്റ്റാണ്. കാരണം എന്താ പറഞ്ഞാൽ ഇതിൽ അതൊക്കെ തന്നെ ഉള്ളത്. ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും പിന്നെ പച്ചമുളകും മല്ലിയും മുളകും ഈ നാളികേരം ഒക്കെ ചതച്ചതല്ലേ, അതിൻ്റെ അതേ ടേസ്റ്റാണ് ഇതിന് ഏതാണ്ട്. അപ്പം നമ്മൾ ഒരു മീൻ പീര വറ്റിച്ചതാന്നുള്ളൊരു, ഇപ്പോൾ അതൊന്നും ഇറച്ചി മീനൊന്നും കഴിക്കാത്ത ആൾക്കാരാണെങ്കിൽ അവർക്ക് ആ ഒരു ടേസ്റ്റോടെ ഇത് കഴിക്കാം. അപ്പോൾ ഒരു സാമ്പാർ, ഞാനിത് ഇടിച്ചക്ക സാമ്പാർ എപ്പോഴും എത്രയോ പ്രാവശ്യം കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കാണിക്കണ്ട, അപ്പോൾ ഇത് കാണിച്ചതാണ് കേട്ടോ. സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാം. ഇനി വല്ല ദോശയുടെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കുകയില്ല. അതുകൊണ്ടാണ് ഇനി ഒരു ഓംലെറ്റ് കൂടി ഉണ്ടാക്കി കൊടുക്കുക, അത്രയേ ഉള്ളൂ. അത് കൂട്ടിയിട്ടൊക്കെ ഭക്ഷണം കഴിക്കാൻ നിങ്ങൾ വരുന്നോ? ഇവിടെ ഒന്നും ഞാൻ നിങ്ങളെ ഭക്ഷണം കഴിക്കാൻ വിളിച്ചിട്ടില്ല, ഇന്ന് വിളിക്കുകയാണ് കേട്ടോ. ഇടിച്ചക്ക സാമ്പാർ ഇഷ്ടമല്ലേ? അത് ഇഷ്ടമായിരിക്കും. അപ്പോൾ അതും ഇതും ഓംലെറ്റ് വേണമെന്ന് നിങ്ങൾ വരികയാണെങ്കിൽ നോക്കാം. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ബൈ.